പാലക്കാട് എടത്തനാട്ടുകരയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമ്മറിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. നെഞ്ചിനും വയറിനുമേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു നടപടികൾ. അതേസമയം കഞ്ചിക്കോട് കാട്ടാന ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. രാവിലെ 11:30 എടത്തനാട്ടുകരയിലെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമ്മർ വാലിപ്പറമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായത്. നെഞ്ചിലും വയറിനുമേറ്റ പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. വാരിയെല്ലും നട്ടെല്ലും പൊട്ടിയിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. തുമ്പിക്കൈ ഉപയോഗിച്ച് ആന ഉമ്മറിനെ എടുത്ത് എറിഞ്ഞിരിക്കാമെന്നാണ് നിഗമനം. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്ഥിരമായിട്ട് കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. വന്യജീവിയുടെ ശല്യം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കർഷകർ പ്രയാസപ്പെടുന്നത് അതുകൊണ്ടാണ്. അവിടെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് 10-40 വീടുകളും ഒരു ചർച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ കാട്ടാനയുടെ ശല്യവും മറ്റ് വന്യജീവിയുടെ ശല്യം കാരണം ആളുകൾ ആ വീടുകളൊക്കെ ഉപേക്ഷിച്ച് താഴത്ത് വാടകയ്ക്കും അതുപോലെ താഴത്ത് പൊൻപാറ എന്ന പ്രദേശത്തേക്ക് കുടിയേറിയിരിക്കുകയാണ് അവർ. കാട്ടാന കർഷകനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് വനംവകുപ്പ് ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് മാർച്ച് നടത്തി. അതിനിടെ പാലക്കാട് കഞ്ചിക്കോട് ചെല്ലങ്കാവിലും കാട്ടാനാക്രമണത്തിൽ ഒരു കർഷകന് പരിക്കേറ്റു. ചെല്ലങ്കാവ് സ്വദേശി സുന്ദരനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ മാവിൻതോട്ടത്തേക്ക് പോയ കർഷകനെ ഒറ്റയാൻ ഓടിക്കുകയായിരുന്നു. സ്ഥലത്ത് പോയിട്ട് മാങ്ങത്തോട്ടത്തിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോറസ്റ്റുകാർ അവിടെ നിന്ന് ആനയെ മുടുക്കി വന്നാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇയാളുടെ അടുത്തെത്തി ഇയാൾ ആനെ കണ്ട് വെട്ടി ഓടിയതാണ്. പരിക്കേറ്റ സുന്ദരനെ പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുന്ദരന്റെ കൈക്കും ഇടുപ്പിനുമാണ് പരിക്ക്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. 24 പാലക്കാട്.